നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. കുട്ടി തറവാട്ടി പറഞ്ഞാണല്ലോ അല്ലേ? നല്ല ഫസ്റ്റ് ക്ലാസ് തറവാട്. പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് പട്ടും വളയും വരെ വാങ്ങിയ കുടുംബ. പിന്നെ ആ കുടുംബം നമ്മളെപ്പോലെ അത്ര റിച്ച് അല്ല, ഒരു സാധാ മിഡിൽ ക്ലാസ് കാര്യ. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കുടുംബത്തിലേക്ക് വന്നു കയറുന്ന പുതിയ മരുമകള് പാവപ്പെട്ടവളായാലും വിരോധമില്ല. പ്രായത്തിന്റെ കാര്യത്തിൽ മാച്ചാവുമല്ലോ അല്ലേ? കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? വയസ്സൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും രണ്ടുപേരും ഒരുമിച്ച് നിന്നാ സൂപ്പർ വൈബായിരിക്കും. ഈ ശ്രീരാമനും സീതാദേവിയും പോലെ, അല്ലെങ്കിൽ കൃഷ്ണനും രാധയും പോലെ. പെർഫെക്റ്റ് മാച്ച്. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? കുട്ടിക്ക് സമ്മതമാണല്ലോ അല്ലേ? എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അതൊരു പരിപൂർണ സമ്മതം. ആളെ കാണിച്ചു കൊടുത്തോടെ ഫ്ലാറ്റ്. ഇതല്ലാതെ ഇനി വേറൊരു കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചു. ഓ, അത്രയ്ക്കൊക്കെ ഡെവലപ്മെന്റ് ആയോ? ഞാൻ പറഞ്ഞത് പെണ്ണിന്റെ ഭാഗം മാത്രമാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലിയറൻസ് തരേണ്ടത് അങ്കിളാ. പിന്നെ പെണ്ണ് കാണല്, എൻഗേജ്മെന്റ്, കല്യാണം, റിസപ്ഷൻ, അത് കഴിഞ്ഞ് ലൈഫ്. അങ്ങനെ പടിപടിയായി പ്രോഗ്രസ് ചെയ്യുന്നതാണല്ലോ അതിന്റെ ഒരു രീതി. അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. മൂപ്പർ ഇതുവരെ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല. ഓ, ഇതാണോ അത്ര വലിയ പ്രശ്നം? ഇങ്ങോട്ട് നോക്കി. ആളെ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് എത്തിച്ചു കൊടുക്കണം. അവള് മിടുമിടുക്കിയായതുകൊണ്ട് ഈസി ആയിട്ട് കറക്കെടുത്തോളൂ. അതെന്തായാലും കൊള്ളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം അവര് പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ട് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഒഫീഷ്യലായി ആലോചന നടത്താം. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ആളെ കൊണ്ടുപോവാ. പെണ്ണിനെ ഞാനും കൊണ്ടുവരാം. ശരി, എങ്കിൽ സ്ഥലവും സമയവും അർജുൻ തന്നെ തീരുമാനിച്ചാൽ മതി. എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഞാൻ ആളെ അവിടെ എത്തിക്കാം. ഓക്കെ, ഞാൻ രാത്രിയിൽ അങ്കിളിനെ വിളിക്കാം. ശരി. എനിക്ക് അടുത്ത മീറ്റിംഗിന് ടൈമായി. അപ്പൊ വരട്ടെ? ഓക്കെ, ശരി, കാണാം. എന്ത് നല്ല ചെറുപ്പക്കാരൻ. കോടീശ്വരനാണെങ്കിലും അതിന്റെ യാതൊരു ലുക്കുമില്ല. ഷോ, വധുവിന്റെ ഫോട്ടോ ചോദിച്ചില്ല. നാളെ നേരിട്ട് കാണുകയല്ലേ, അത് മതി. കൃത്യം 10 മണിക്ക് ആര്യനുമായി സ്വാമി അങ്കിള് റെസ്റ്റോറന്റിലെത്തും. അറ്റ് എനി കോസ്റ്റ്. ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ അവിടെ എത്തിയിരിക്കും. ഷുവർ. ഓക്കെ. അപ്പോ 9:30. ബി കെയർഫുൾ. ആരും ഇതുവരെ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല. ഇനിയെല്ലാം നിന്റെ മിടുക്ക് പോലിരിക്കും. അത് ഞാൻ ഏറ്റു. ക്യൂട്ട് എക്സ്പ്രഷൻസ് വാരി വിതറി ആരിനെ സെറ്റാക്കാൻ എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. വെരി ഗുഡ്. പക്ഷേ ഓവറാക്കി ചളമാക്കല്ലേ. റെസ്റ്റോറന്റിൽ വെച്ച് ഞാനും ആര്യനും തമ്മിൽ മീറ്റ് ചെയ്താ ഉടനെ ആ സ്വാമി അങ്കിളിനെ കൊണ്ട് അർജുനങ്ങ് മാറിയേക്കണം. വെറും 1/2 മണിക്കൂർ കൊണ്ട് ആര്യൻ എന്നെ പ്രൊപ്പോസ് ചെയ്യുന്ന കണ്ടീഷനിൽ ഞാൻ എത്തിക്കും. ഓക്കെ. അപ്പോ 10:30 പ്രപ്പോസൽ. ബെസ്റ്റ് വിഷസ്. യു ആർ വെൽക്കം. തണുത്ത മൺചുരങ്ങളിതുവഴി മെല്ലെ വന്നൊരുമ്മ തന്ന കരൾമിഴിയേ. വെണ്ണിലാ തെന്നലായി എന്നെ നീ തൊട്ടുവോ സാഹിബ.
നനഞ്ഞ നീല നീല നദിയുടെ മാറുലഞ്ഞ മൈതലോടിറാവൊഴുകെ. എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതം, 100 വട്ടം സമ്മതം. ഇപ്പൊ ഏട്ടൻ പറയണ പോലെ ശരിക്കൊരു ബട്ടർഫ്ലൈ എന്റെ നെഞ്ചിലൂടെ പറക്കുന്നുണ്ടോ? ഉണ്ടോ? ആരാ ഇത്ര രാവിലെ? ആരാ? ക്യാൻറ്റീനിൽ നിന്ന് ചായയും കൊണ്ടുവന്നതാ. ഓ, ആറ് മണി കഴിഞ്ഞ് വരാറുള്ള ചായ ഇന്ന് 5:30 എത്തിയോ? എടാ അതിലേ വാ, ഇതിനകത്താ. വിടാനല്ലേ കൊണ്ട്